വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിലെ ആദ്യ പുസ്തകമായ 50 അധ്യായങ്ങളുള്ള ഉൽപ്പത്തി പുസ്തകത്തെ 2 ഭാഗങ്ങളായി തിരിക്കാം. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ദൈവമനുഷ്യ ബന്ധത്തെ വിവരിക്കുന്നതും 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ ദൈവവും അബ്രഹാമും തൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തെ വിവരിക്കുന്നതുമാണ്. ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവർക്ക് അനുഗ്രഹവർഷം നൽകി. ദൈവവും മനുഷ്യനുമായി അഭേദ്യബന്ധത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ആദ്യം ഹവ്വയെയും അതിനുശേഷം ഹവ്വായിലൂടെ ആദത്തെയും ദൈവത്തിൻ്റെ ഇംഗിതത്തിനെതിരായി പ്രവർത്തിക്കാൻ പ്രലോഭിപ്പിച്ചതായി, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതായി ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. ഇവിടുത്തെ പിശാചിൻ്റെ വിജയം മനുഷ്യരാശിയുടെ പരാജയമായി മാറി. 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിനെതിരെ പാപം ചെയ്ത മനുഷ്യൻ്റെ തുടർച്ചയായ കഷ്ടതകളെയാണ് വിവരിക്കുന്നത്. ആദ്യ മാതാപിതാക്കളുടെ മൂത്ത മകനായ കായേൻ ഇളയ മകനായ ആബേലിനെ കൊന്ന് ആദ്യ കൊലയാളിയായി മാറിയത് തൻ്റെ പിതാവിൻ്റെ തിന്മയിൽ നിന്നും പുത്രൻ്റെ ഗുരുതരമായ തിന്മകളിലേക്കുള്ള പ്രയാണമായി നമുക്ക് കാണാം. കായേൻ തൻ്റെ മകനായ എനോക്കിൻ്റെ നാമത്തിൽ പണിതുയർത്തിയ ലോകത്തിലെ ആദ്യ പട്ടണമെന്ന് ഉൽപ്പത്തി 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ 3-ാമത്തെ പുത്രനായ സേത്തിൻ്റെ വംശാവലിയും കൊലപാതകിയായ കായേൻ്റെ വംശാവലിയും വേറിട്ടു കാണാം. കായേൻ ആബേലിനെ കൊന്നതിൻ്റെ തുടർച്ച എന്നോണം ലാമെക്ക് കായേനെ കൊല്ലുന്നു. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമെക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കുമെന്ന് ഉൽപ്പത്തി 4-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങളിൽ കാണുന്നത് കൊലപാതകം ചെയ്തിട്ടും അനുതപിക്കാത്ത ലാമെക്കിനെയാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്നും കർത്താവ് കണ്ടുവെന്ന് ഉൽപ്പത്തി 6-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.